നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 19. ഇപ്പോൾ ശ്രീശുകൻ നിമി എന്ന പേരുള്ള ജനകൻ്റെ വംശത്തിൽപ്പെട്ട ഒരു രാജാവിൻ്റെ കഥ പറയുകയാണ്. നിമിയും വസിഷ്ഠ മുനിയും അന്യോന്യം ശപിച്ച് രണ്ടുപേരും മരിച്ചു. ഇതൊക്കെ ഓർക്കുമ്പോൾ എല്ലാവരും ഈ ഐഹിക സുഖത്തിൽ ബദ്ധരാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശുകൻ സമർത്ഥിക്കുകയാണ്. അപ്പോൾ ജനക മഹാരാജാവ് മറുപടി പറയുന്നത്, അങ്ങ് വനത്തിൽ പോകാനാണല്ലോ ആഗ്രഹിക്കുന്നത്. മഹാഭൂതങ്ങൾ 5 അവിടെയും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് നിസ്സംഗനാകുന്നത്? അങ്ങേക്ക് വനത്തിൽ ആഹാരത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണ്ടേ? അതുപോലെ എല്ലാ ചിന്തയും അങ്ങേക്ക് വനത്തിൽ ചെന്നാലും ഉണ്ടാകുമെന്ന് ജനകൻ ശുകനോടും പറയുന്നു. എനിക്കും രാജ്യകാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിലും ഞാൻ നിസ്സംഗനാണ് എന്ന് വീണ്ടും ജനകൻ പറയുകയാണ്. എല്ലാ തരത്തിലും ഞാൻ സംശയം ഇല്ലാത്തവനാണ്, എനിക്കൊന്നിലും സംശയമില്ല. എന്നാൽ അവിടത്തേക്ക് എല്ലാം സംശയമാണ് എന്ന് ശുകനോട് സൂചിപ്പിക്കുന്നു. ജനകൻ പറയുന്നു, ഞാൻ സുഖമായി ഉണ്ണുകയും ഉറങ്ങുകയും എല്ലാം ചെയ്യുന്നുവെങ്കിലും എൻ്റെ മനസ്സ് ഒരിക്കലും ബദ്ധമായിരിക്കുന്നില്ല ഒന്നിനോടും. എന്നാൽ അങ്ങാകട്ടെ ഞാൻ ബദ്ധനാണല്ലോ, ഞാൻ എല്ലാത്തിനോടും കടപ്പെട്ടിരിക്കുന്നല്ലോ എന്നുള്ള ശങ്ക കൊണ്ട് എപ്പോഴും ദുഃഖിയായിട്ടാണ് കാണുന്നത്. ഇതാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമെന്ന് ജനകൻ പറയുന്നു. ഒന്നും നമ്മുടേതല്ലെന്ന വിചാരം ഉറയ്ക്കുമ്പോൾ ബന്ധമുണ്ടാവുന്നില്ല എന്നും പറയുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. സൂത ഉവാച. ശ്ലോകം 36. തച്ഛുത്വാ വചനം തസ്യ ശുകപ്രീതമനാഭവത് ആപൃച്ഛ തം ജഗാമാശു വ്യാസാസ്യാശ്രമമുത്തമം. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് കേട്ടിട്ട് ശുകൻ സന്തുഷ്ടനായി തീർന്നു. ജനക മഹാരാജാവിനോട് യാത്ര ചോദിച്ചിട്ട് അദ്ദേഹം വേഗം ഉത്തമമായ വ്യാസ ആശ്രമത്തിലേക്ക് പോയി. ശ്ലോകം 37. ആഗച്ഛന്തം സുതം ദൃഷ്ട്വാ വ്യാസോപി സുഖമാപ്തവാൻ ആലിംഗ്യഖ്രായ മൂർധാനം പപ്രച്ഛ കുശലം പുനഃ. പുത്രൻ വരുന്നത് കണ്ട് വ്യാസനും സന്തോഷവാനായി. ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചു. പിന്നെ കുശലം ചോദിച്ചു. ശ്ലോകം 38. സ്ഥിതസ്തത്രാശ്രമേ രമ്യേ പിതു പാർശ്വേ സമാഹിതഃ വേദാധ്യയന സമ്പന്നഃ സർവശാസ്ത്രവിശാരദഃ. വേദാധ്യയന സമ്പന്നനും സർവശാസ്ത്രവിശാരദനുമായ ശുകൻ രമ്യമായ ആ ആശ്രമത്തിൽ ശ്രദ്ധയോടെ അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടി. ശ്ലോകം 39. ജനകസ്യ ദശാം ദൃഷ്ട്വാ രാജ്യസ്ഥസ്യ മഹാത്മനഃ സ നിർവൃതിം പരാം പ്രാപ്യ പിതുരാശ്രമ സംസ്ഥിതഃ. രാജ്യം ഭരിക്കുന്ന മഹാത്മാവായ ജനകൻ്റെ അവസ്ഥ കണ്ടിട്ട് അതീവ സന്തുഷ്ടനായി ശുകൻ അച്ഛൻ്റെ ആശ്രമത്തിൽ പാർത്തു. ശ്ലോകം 40. പിതൃണാം സുഭഗാകന്യ പീവരീ നാമ സുന്ദരി ശുകച്ഛകാരപത്നിം താം യോഗമാർഗസ്ഥിതോപി. പിതൃക്കളുടെ പുത്രിയാണ് സുഭഗയും സുന്ദരിയുമായ പീവരി.
യോഗമാർഗത്തിൽ കഴിയുന്ന ആളാണെങ്കിലും ശുഗൻ അവളെ തൻ്റെ പത്നിയാക്കി. ശ്ലോകം 41. സ തസ്യാം ജനയാമാസ പുത്രാം ചതുര ഏവ ഹി കൃഷ്ണം ഗൗരപ്രഭം ചൈവ ഭൂരിം ദേവശ്രുതം തഥാ. അദ്ദേഹം അവളിൽ കൃഷ്ണൻ, ഗൗരപ്രഭൻ, ഭൂരി, ദേവശ്രുതൻ എന്നീ 4 പുത്രന്മാരെയും ജനിപ്പിച്ചു. ശ്ലോകം 42. കന്യാം കീർത്തിം സമുത്പദ്യ വ്യാസപുത്ര പ്രതാപവാൻ ദദൗ വിഭ്രാജപുത്രായ തുണുഹായ മഹാത്മനെ. പ്രതാപിയായ വ്യാസപുത്രൻ കീർത്തി എന്ന കന്യകയെയും ജനിപ്പിച്ചു. ആ കന്യകയെ വിഭ്രാജൻ്റെ പുത്രനും മഹാത്മാവുമായ അണുഹന് വിവാഹം കഴിച്ചു കൊടുത്തു. ശ്ലോകം 43. അണുഹസ്യ സുതശ്രീമാൻ ബ്രഹ്മദത്ത പ്രതാപവാൻ ബ്രഹ്മജ്ഞ പൃഥ്വീപാല ശുഗകന്യാസമുദ്ഭവഃ. അണുഹൻ്റെ പുത്രനാണ് ശ്രീമാനും പ്രതാപനുമായ ബ്രഹ്മദത്തൻ. ശുഗപുത്രിയിൽ ജനിച്ച അദ്ദേഹം ബ്രഹ്മജ്ഞാനിയും രാജാവുമായിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.